LDFന് തുടർഭരണം എന്ത് പറഞ്ഞാലും ഒരു ബോണസാണ്. കാരണം ഇതുവരെ സംഭവിക്കാത്തൊരു ചരിത്രം അതാ സംഭവിക്കണം. NDA എന്ന് പറയുന്ന BJP നയിക്കുന്ന മുന്നണിക്ക് അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു സീറ്റ് തിരിച്ചു പിടിക്കുക, അല്ലെങ്കിൽ കുറച്ചുകൂടി അവരുടെ സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. UDF തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പരിശോധിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ എന്തെല്ലാം വെല്ലുവിളികൾ, എന്തെല്ലാം സാധ്യതകൾ എന്നുള്ളതാണ്. നമുക്ക് ആദ്യം വെല്ലുവിളികളിലേക്ക് പോയാൽ എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞാണ് UDFന് ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്? അല്ല, UDFന് രഞ്ജിത്തിന് അറിയില്ലേ, എണ്ണം തന്നെ വളരെ പ്രധാനമാണ്. 42 സീറ്റേ അവർക്ക് നിയമസഭയിൽ ഇപ്പോഴുള്ളൂ. മറുഭാഗത്ത് 98 സീറ്റുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് നോക്കിയാൽ തന്നെ 42-ൽ നിന്ന് 72-ലേക്ക് പോകണമെങ്കിൽ 30 സീറ്റ് അധികം വേണം. ആ 30 സീറ്റ് LDFൻ്റെ അടുത്തുനിന്ന് വരണം. അപ്പം 30 സീറ്റ് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് UDFൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി. അത് എങ്ങനെ വോട്ട് വരും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. കാരണം കഴിഞ്ഞ നിയമസഭ സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ ഒരു രീതി വെച്ചിട്ട് അവർക്ക് കിട്ടേണ്ടതായിരുന്നു. കിട്ടിയില്ല. അപ്പം കിട്ടിയില്ല എന്നുള്ളതല്ല, ശതമാനത്തിലും സീറ്റിൻ്റെ എണ്ണത്തിലും പിന്നെയും കുറഞ്ഞു. പിന്നീട് ഉപതെരഞ്ഞെടുപ്പിലാണ് അവർ 30% കയറി വരുന്നത്. പക്ഷേ അതൊന്നൊരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമുണ്ട്. കോവിഡിൻ്റെ ഒക്കെ പശ്ചാത്തലമുണ്ട്, കിറ്റ് എന്ന് പറയുന്ന ഒരു വെൽഫെയർ പൊളിറ്റിക്സ് ഉണ്ടെന്നൊക്കെ UDF ന്യായം പറയുന്നുണ്ട്. അല്ല, UDF ഏത് ന്യായം പറഞ്ഞാലും UDF എന്ന പ്രചരണ രംഗത്ത് വളരെ മോശമായിരുന്നു. അവരൊരു എലക്ഷൻ ഫൈറ്റ് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റിലല്ല അതിനെ കണ്ടത്. കീഴടങ്ങി കൊടുത്ത പ്രതീക്ഷിച്ചവർ, അതായത് ഇപ്പോൾ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നുകൊണ്ട് ഒരുപാട് സ്പ്രിങ്ക്ലർ അടക്കം ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ടുവന്നു. പക്ഷേ ഈ സാധനങ്ങളൊന്നും വോട്ടാക്കി മാറ്റാൻ അവർക്ക് പറ്റിയില്ല. അപ്പം അതൊരു പ്രധാന പ്രശ്നമാണ്. സ്ലോഗൻസ് വോട്ടാകുന്നില്ല എന്നുള്ളത്. അതുണ്ടാക്കാനുള്ള സംഘടനാ സംവിധാനം ഉണ്ടോ UDFന്? അതൊരു വലിയ പ്രശ്നമാണ്. ഇത്രയും നമ്പറുകളെ തിരിച്ചു കൊണ്ടുവരണം. ഈ നമ്പറിൽ തുടങ്ങിയാൽ നമുക്ക് നമ്പറിൽ തുടങ്ങാൻ തോന്നുന്നു. കാരണം മലബാറിൽ 60 സീറ്റുകളാണുള്ളത്. ഈ 60 സീറ്റുകളിൽ മലപ്പുറം ഒഴിച്ച്, മലപ്പുറത്ത് ഒരു വലിയ ഭൂരിപക്ഷം നേരത്തെയുണ്ട്, ആ 15-ൽ കൂടുതലും മലപ്പുറത്തു നിന്നാണ്. പക്ഷേ അത് കോഴിക്കോട്ടേക്ക് വന്നാൽ കണ്ണൂരിൽ, കാസർഗോഡ്, പാലക്കാടൊക്കെ UDF വളരെ ദുർബലമാണ്. ഈ ജില്ലകളിൽ UDF തിരിച്ചു വരാനുള്ളൊരു സാധ്യത എത്രത്തോളം? ഇല്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണെന്ന് ഈ ഘട്ടത്തിൽ പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് നമുക്ക് സാധ്യത ഉണ്ടെന്ന് തന്നെ പറയാം. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കാസർഗോഡ് തൊട്ട് പാലക്കാട് വരെയുള്ള ജില്ലകൾ എണ്ണിയെടുത്താൽ ബുദ്ധിമുട്ടാവും. ജില്ലകളെ വേർതിരിച്ചിട്ട് എണ്ണിയിട്ട് സമുദായ കണക്കുകളും രാഷ്ട്രീയ ബലാബലവും തദ്ദേശത്തിലെ ബലവും നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്യൂപ്പ് ഉണ്ടാക്കിക്കൊണ്ട് മലബാറിനെ അവർക്ക് തിരിച്ചു കൊണ്ടുവരാം. ഒരു ഉദാഹരണത്തിന് കാസർഗോഡ് ജില്ല എടുത്താൽ അവർക്ക് നിലവിലുള്ള മഞ്ചേശ്വരവും അതുപോലെ കാസർഗോഡുമാണ്. ഒരു സീറ്റെങ്കിലും അധികം പിടിക്കാൻ കാസർഗോഡ് സാധ്യതയുണ്ട്. ഉദുമയാണ് പിന്നെ പറയുന്നൊരു സീറ്റ്. കാഞ്ഞങ്ങാട്. ഉദുമ കഴിഞ്ഞ പ്രാവശ്യം 2 കൊലപാതകങ്ങളുടെ പശ്ചാത്തലം അതിനുണ്ടായിരുന്നു. വോട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചു, ജയിക്കേണ്ടതായിരുന്നു. അതിൻ്റെ സെൻറ്റിമെൻറ്റ്സ് വെച്ചെങ്കിലും ഒന്നും സ്വാധീനിച്ചില്ല. പിന്നെ അതല്ലാത്ത എന്താ രാഷ്ട്രീയ കാരണങ്ങളാണ് ഉദുമയ്ക്കുള്ളത് പ്രാവശ്യം? നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം. ആകെ ഒരു പ്രതീക്ഷ ഭരണവിരുദ്ധ വികാരം ഉണ്ടോ എന്നുള്ളതാണ്. നമുക്ക് മറ്റൊരു ഘട്ടത്തിൽ ചർച്ച ചെയ്യാം. ഈ കണ്ണൂരിലേക്ക് വന്നാൽ, കണ്ണൂരിൽ പോയി ഇരിക്കൂരും പേരാവൂരുമാണ് അവർ നിലവിലുള്ള സീറ്റുകൾ. അതിൽ അധികമായി 2 സീറ്റ് ഞാൻ അധികം കൊടുത്താൽ, അപ്പോൾ കൂത്തുപറമ്പും കണ്ണൂരും കൂടി കൊടുക്കുകയാണെങ്കിൽ അതൊരു അധിക സീറ്റായി മാറും. അത് കൂത്തുപറമ്പ് അധികമായിരിക്കും. കണ്ണൂരിൽ ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. ഈ പറഞ്ഞ ഒരു മുസ്ലിം വോട്ടിൻ്റെ ശതമാനം കൂടുതലുള്ള ഒരു മണ്ഡലമാണത്. അതുകൊണ്ട് അവിടുത്തെ ഏത് തരം 2% ഒരു സ്വിങ് വന്നാൽ തന്നെ കണ്ണൂർ തിരിച്ചു വരാം. കാൻഡിഡേറ്റും അതൊക്കെ ഡിപ്പെൻസ്, അതൊക്കെയാണ്. അതിനപ്പുറത്തേക്ക് കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ, തൃക്കരിപ്പൂർ, തളിപ്പറമ്പ്, ഈ കണ്ണൂരിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഒരു ശരാശരി 25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കാണിക്കുന്ന മണ്ഡലങ്ങളാണ് CPMൻ്റെ. ഇല്ല, കണ്ണൂരിൽ പരമാവധി കൊടുത്താൽ നമുക്ക് അധികമായി കിട്ടാൻ സാധ്യതയുള്ളത്. നമ്മളങ്ങനെ ജനമനസ്സിനെ എന്താ പറയുക പ്രെഡിക്റ്റ് ചെയ്യുന്നതല്ല, ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ച് അധികം കിട്ടാനുള്ളത് ഈ 2 സീറ്റുകളാണ്. ഒന്ന് കണ്ണൂർ പറയുന്നു, കൂത്തുപറമ്പ് ഒരു പക്ഷേ RJD ഒക്കെ വരികയാണെങ്കിൽ, RJDയുടെ റിഫ്റ്റൊക്കെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ RJD കൂടി കൂത്തുപറമ്പ് കൂടി കിട്ടിയേക്കാം. കൂത്തുപറമ്പ് അങ്ങനെ ലീഗിന് സ്വാധീനമുള്ള സ്ഥലം തന്നെയാണ്. പക്ഷേ കൂത്തുപറമ്പിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ RJD ഇപ്പം അത് കൂത്തുപറമ്പ് CPMൻ്റെ സീറ്റാണ്. RJDക്ക് സൗജന്യമായ അല്ലെങ്കിൽ ഒരു ചാരിറ്റിയുടെ ഇതിൽ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് കൂത്തുപറമ്പ് പരമ്പരാഗതമായി നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ജയരാജൻ അടക്കം ജയിച്ചു വന്നിട്ടുള്ള, ശൈലജ ടീച്ചർ ജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. അത് ഡീലിമിറ്റേഷൻ വന്നപ്പോഴാണ് അതിന് ചെറിയൊരു ക്യാരക്ടർ സ്വഭാവം മാറ്റമാണ്. പക്ഷെ അത്
ബേസിക് കോർ വോട്ട് CPM-ന്റെ ഒരു വലിയ ഭരണവിരുദ്ധ വികാരം ഒരു തരംഗം ഉണ്ടെങ്കിൽ കിട്ടിയേക്കാവുന്ന ഒരു സീറ്റായിട്ട് കണക്കാക്കാവുന്നത്. ഇനി കോഴിക്കോട്ടേക്ക് വന്നാൽ നിലവിൽ UDF-നുള്ളത് വടകരയും കൊടുവള്ളിയും മാത്രമാണ്. വടകര KK രമയുടെ പ്രസൻസ് ആണ്. കൊടുവള്ളിയെ സംബന്ധിച്ചത് ലീഗിൻ്റെ കോട്ടയായിട്ടുള്ളതാണ്. ഇടയ്ക്ക് ലീഗ് വോട്ട് കൊണ്ട് തന്നെ LDF ജയിക്കുന്ന മണ്ഡലമാണ്. മറ്റ് ഏതൊക്കെ മണ്ഡലങ്ങളിൽ ഒരു സാധ്യത കോഴിക്കോട്ട് നമുക്ക് കൽപ്പിക്കാം? ഈ കോഴിക്കോടാണ് സത്യത്തിൽ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ദിശ ഇപ്രാവശ്യം തീരുമാനിക്കാൻ പോകുന്നത്. കോഴിക്കോട്ട് എത്ര സീറ്റ് പിടിക്കും? അതാണ് അതിൻ്റെ കോർ ഇഷ്യൂ എന്ന് പറയുന്നത്. 47% മുസ്ലിം കമ്മ്യൂണിറ്റിയുള്ള ഒരു ജില്ലയാണത്. ബാക്കി അതിന് പുറത്തേക്കാണ് ഒരു 57% മറ്റ് ഭൂരിപക്ഷ സമുദായമുള്ളത്. UDF പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ പോസിറ്റീവായ എലമെൻറ്റ് മൈനോറിറ്റി കൺസോളിഡേഷനിൽ മുസ്ലിം കൺസോളിഡേഷനാണ്. അത് സംഭവിച്ചാൽ കോഴിക്കോട് എന്ത് മാറ്റം വരും? അത് സംഭവിക്കുമെന്ന് നമ്മൾ അംഗീകരിക്കുക തന്നെ, പ്രതീക്ഷിക്കുക തന്നെ. അതിൻ്റെ കൗണ്ടറായിട്ട് ബദലായിട്ടുള്ള സംഗതിയാണ് ഞാൻ പറഞ്ഞ ഈഴവ വോട്ടുകളുടെ കൺസോളിഡേഷൻ, മെജോറിറ്റി കമ്മ്യൂണിറ്റിയുടെ കൺസോളിഡേഷൻ. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ മറുഭാഗത്തെ കൺസോളിഡേഷനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റാവുന്ന കൗണ്ടുണ്ട് ഇവിടെ.